എന്റെ പേര് അന്നവീസ് എന്നാണ്. ബെൻസൺ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഞാൻ അതിജീവിച്ചവളാണ്. ക്രാക്കോവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാസി പട്ടാളക്കാർ എന്റെ കുടുംബത്തെ വലിച്ചിഴച്ചപ്പോൾ എനിക്ക് 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയും ഇളയ സഹോദരി റൂത്തും ഞാനും ഒരു കന്നുകാലി വണ്ടിയിൽ തിങ്ങി നിറഞ്ഞിരുന്നു. വിയർപ്പും നിരാശയും കൊണ്ട് നിറഞ്ഞ വായു. രാത്രി മുഴുവൻ ട്രെയിൻ കിലുങ്ങി. ഞങ്ങൾ മന്ത്രിച്ച വാക്കുകൾ മാത്രം കേട്ട സ്ഥലത്തേക്ക് ബെൻസൺ ഞങ്ങൾ എത്തിയ നിമിഷം ഗാർഡുകൾ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർപെടുത്തി. എന്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും ഗ്യാസ് ചേംബർ വിഴുങ്ങി. ഞാൻ അവരെ പിന്നീട് ഒരിക്കലും കണ്ടില്ല. ബാക്കിയുള്ളവരിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങളും അന്തസ്സും പേരുകൾ പോലും എടുത്തുകളഞ്ഞു. ഞങ്ങൾ അക്കങ്ങളായി. എനിക്ക് 4821. റൂത്തിന് 4822. ബെൻസണിനുള്ളിലെ ജീവിതം ഒരു മന്ദഗതിയിലുള്ള മരണമായിരുന്നു. സൂര്യോദയത്തിന് മുമ്പ് ദിവസങ്ങൾ റോൾ കോളോടെ ആരംഭിച്ചു. അവിടെ ഞങ്ങൾ മണിക്കൂറുകളോളം തണുപ്പിൽ നിന്നു. ഭക്ഷണം വെള്ളമുള്ള ചാറായിരുന്നു. പഴകിയ അപ്പത്തിന്റെ പുറംതോട് ആയിരുന്നു. ജോലി അനന്തമായിരുന്നു. ഇഷ്ടികകൾ വലിച്ചെറിയൽ, തറകൾ വൃത്തിയാക്കൽ, രാത്രി അതിജീവിക്കാൻ കഴിയാത്തവർക്കായി കിടങ്ങുകൾ കുഴിക്കൽ. പിന്നെ ഒരു വൈകുന്നേരം അവർ എന്റെ അമ്മയെ തേടി വന്നു. അമ്മയുടെ ശബ്ദം ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. റൂത്തിനെ പരിപാലിക്കൂ. പിന്നെ അമ്മ പോയി. എനിക്ക് കീഴടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വെറും 10 വയസ്സുള്ള റൂത്തിന് എന്നെ ആവശ്യമായിരുന്നു. ഞാൻ അവളുടെ കൈ കഴിയുന്നത്ര മുറുകെ പിടിച്ചു. വീടിന്റെ കഥകൾ, ചൂടുള്ള സൂപ്പ്, ചിരി, ബെൻസന്റെ മതിലുകൾക്ക് പുറത്തുള്ള ഒരു ലോകം എന്നിവയെക്കുറിച്ച് മന്ത്രിച്ചു. പക്ഷേ എല്ലാ ദിവസവും അവൾ മെലിഞ്ഞു പോകുന്നതും അവളുടെ കവിളുകൾ പൊള്ളയായതും അവളുടെ കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നതും ഞാൻ കണ്ടു. പിന്നെ 1945 ഏപ്രിൽ വന്നു. സ്ഫോടനങ്ങളാൽ ഭൂമി കുലുങ്ങി. ഗേറ്റുകൾ തുറക്കുന്നത് കാണുന്നത് വരെ ഭയപ്പെടണോ അതോ പ്രതീക്ഷിക്കണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പട്ടാളക്കാർ ഓടിയെത്തി. സഖ്യസേന. കാവൽക്കാർ ഓടിപ്പോയി. സൈനികരിൽ ഒരാൾ റൂത്തിനും എനിക്കും അരികിൽ മുട്ടുകുത്തി. ഞങ്ങൾക്ക് ചോക്ലേറ്റും വെള്ളവും നൽകി. ദയ എന്താണെന്ന് ഞാൻ മറന്നുപോയിരുന്നു. മോചിപ്പിക്കപ്പെട്ടതിനു ശേഷം ഞങ്ങളെ ഒരു കുടിയിറക്കപ്പെട്ടവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. റൂത്ത് ദുർബലയായിരുന്നു. അവളുടെ ശരീരം മാസങ്ങളോളം പട്ടിണി കിടന്നു. പക്ഷേ അവൾ അതിജീവിച്ചു. ഞങ്ങൾ അതിജീവിച്ചു. ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ബെൻസന്റെ പ്രതിധ്വനികൾ കേട്ട് ഞാൻ ഇപ്പോഴും രാത്രിയിൽ ഉണരുന്നു. എന്റെ അമ്മയുടെ മുഖം, അതിൽ എത്താത്തവരുടെ പൊള്ളയായ കണ്ണുകൾ ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ എന്റെ കഥ പറയുന്നു, കാരണം നിശബ്ദത അപകടകരമാണ്. ലോകം ഓർമ്മിക്കണം, ഞാൻ ബെൻസനെ അതിജീവിച്ചു. എന്റെ കഥ പറയാൻ ഞാൻ ജീവിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകം ഒരിക്കലും മറക്കാൻ ഞാൻ അനുവദിക്കില്ല.